ചേട്ടാ, വലിയൊരു വേദന തരുന്ന ഒരു വാർത്ത തന്നെയാണ് സോന എന്ന് പറയുന്ന കോതമംഗലത്തുള്ളൊരു കുഞ്ഞിന്റെ മരണം, ഒരു വിദ്യാർത്ഥിയുടെ മരണം, ഒരു പെൺകുട്ടിയുടെ മരണം. ഈ മരണത്തിന് പിന്നാലെ പോകുമ്പോൾ അറസ്റ്റിലായത് കാമുകനാണ് റമീസ്. അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ ഒരു മതപരിവർത്തനത്തിനുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു ഈ പ്രണയത്തിന് പിന്നിൽ. പ്രണയത്തിന് ശരിക്ക് ഒരു മതപരിവർത്തനം എന്നുള്ളൊരു മാറ്റം കൊടുക്കുന്നത് ഇത്തരത്തിൽ ഉള്ള ബുദ്ധിശൂന്യമായ ചിന്തകളല്ലേ. പ്രണയത്തിന് ഒരിക്കലും അങ്ങനെ ഒരു മാനദണ്ഡമില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് മതപരിവർത്തനമാണ്. അതെങ്ങനെയാ ചേട്ടൻ നോക്കി കാണുന്നത്? അല്ല, കേവലം ഈ ഒരു രണ്ട് ചെറുപ്പക്കാരായ കുട്ടികളെ, 25 വയസ്സാണ് ഈ റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്, പെൺകുട്ടിക്ക് 23 വയസ്സ് എങ്ങാണ്ടേ ഉള്ളൂ. 20കളിൽ നിൽക്കുന്ന ഈ കുട്ടികളെ സംബന്ധിച്ച് ഇവരുടെ പിന്നിൽ ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇവർ വരുന്ന സമൂഹമോ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള കാര്യം തീർത്തും വ്യക്തമാണ്. ഇവിടെ ഇങ്ങനെ ഈ 2 കുട്ടികൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ മതപരിവർത്തനം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന കാര്യമൊന്നും ചിന്തിക്കത്തക്ക രീതിയിലേക്ക് അവർ പോകുമെന്ന് തോന്നുന്നില്ല. ഏതായാലും അവരുടെ പ്രണയം വളരെ ഇതായിട്ടുള്ള ഒരു വളരെ ഇൻറ്റിമസിയുള്ള ഒരു പ്രണയമായിരുന്നു. ഈ പെൺകുട്ടിക്ക്, റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് വളരെ വഴിപിഴച്ച പോക്ക് ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ ചെറുപ്പക്കാരനോട് ഈ പെൺകുട്ടിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പിന്നെ സ്വഭാവ ദൂഷ്യം വരെ ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ കുട്ടി ഈ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു. കാര്യം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ആൺകുട്ടിയായാലും ഒരു പെൺകുട്ടിയായാലും അല്ലെങ്കിൽ ഒരു യുവാവായാലും യുവതിയായാലും ഇവരുടെയൊക്കെ പിന്നിൽ തന്നെ ഇങ്ങനെ ഇപ്പോൾ റമീസ് ഏത് സമുദായത്തിൽ നിന്നാണ് വരുന്നത്? ഇപ്പം വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പും ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ലവ് ജിഹാദ്. എങ്ങനെയാണ് കൗമാരക്കാരായ പെൺകുട്ടികളെ അല്ലെങ്കിൽ കൗമാരം കഴിഞ്ഞ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താൻ എന്തെല്ലാം ചെയ്യണം, എങ്ങനെയൊക്കെ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കണം, ഇതിനൊക്കെ ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മതം മാറ്റം എന്ന് തന്നെ നമുക്ക് അതിൽ പറയാം. ഇത്രയും അവിടെ പ്രണയമല്ല ചേട്ടാ, മതം മാറ്റമാണ്. ഇപ്പൊ ഈ കുട്ടിയുടെ വീട്ടുകാരുടെയൊക്കെ, ബ്രദർ ബേസിലിന്റെ ഒക്കെ മൊഴി കേട്ട സമയത്തും അത് വ്യക്തമാണ്. അതായത് മുറിയിൽ അടച്ചിടുന്നു, രജിസ്റ്റർ മാരേജിന് കൊണ്ടുപോകുന്ന വഴി മതമാറ്റം, പൊന്നാനിയിലേക്ക് അല്ലാതെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്തു വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് റമീസിന്റെ വീട്ടുകാരും വീട്ടുതടങ്കലിൽ വെക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇതിലൊക്കെ മനം നൊന്നിട്ടാണ് ആ കുട്ടി മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. ആ കുഞ്ഞ് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ സോന എഴുതിയിട്ടുള്ള ആത്മഹത്യ കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. എങ്ങനെ ചതിക്കപ്പെട്ടു, ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിനു പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ അവൻ വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തിത്തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ചു. കുടുംബക്കാരെ കൊണ്ട് മതം മാറിയ കല്യാണം അവർ നടത്താമെന്ന് പറയിച്ചു. റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ച ഉണ്ടാക്കി. സഹദ് എന്ന കൂട്ടുകാരൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു. വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലെത്തിച്ചു. മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീട് റമീസും കുടുംബക്കാരും ക്രൂരത തുടർന്നു. മതം മാറിയ മാത്രം പോരാ, തൻ്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു. ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പന്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഞാൻ പോവുന്നു. അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോകുക എന്ന് സോന എൽദോസ് ഒപ്പ് വരെ ഇട്ടിട്ടുണ്ട്. ആ കത്താണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ചേട്ടാ. അല്ല, അത് അവിടെ ഒന്ന് ചിന്തിക്കുക ചേട്ടാ. എന്താണ് ഇപ്പൊ നമ്മുടെ കാലം മാറി അത് വളരുകയാണോ, അല്ലെങ്കിൽ വീണ്ടും ചുരുങ്ങിയ മനോഭാവത്തിലേക്ക് ആളുകൾ മതം, പണം, സൗന്ദര്യം ഇങ്ങനെയുള്ള ചുറ്റുപാടിലേക്ക് ഒതുങ്ങുന്ന ഒരു സമൂഹമല്ലേ ശരിക്കും കാണുന്നത്? അതുപോലെ ലവ് ജിഹാദ് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സമൂഹം ഇങ്ങനെ തന്നെ? എന്താ ഒരു മാറ്റമില്ലാത്തത്? അല്ല മീര, ഈ പറഞ്ഞ പോലെ സൗന്ദര്യം ഒരു ഘടകമൊന്നും ആകുന്നില്ല. സൗന്ദര്യം ഇവിടെ വിഷയമേ അല്ല.
സൗന്ദര്യം ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്കും അല്ലെങ്കിൽ സ്നേഹത്തിനൊക്കെ ഒരു മാനദണ്ഡമുള്ള കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീധന പീഡനം തുടങ്ങിയ കാര്യങ്ങൾ. ഞാൻ എല്ലാം കൂടെ കൂട്ടിയിണക്കി പറയാൻ കാരണം ഇവിടെയൊക്കെ നശിക്കപ്പെടുന്നത് ജീവിതങ്ങൾ സ്ത്രീകളുടേതാണ്. തീർച്ചയായിട്ടും. അല്ല, ഇതില് സ്ത്രീ സൗന്ദര്യം ഒന്നും ഒരു വിഷയമാകുന്നില്ല. സൗന്ദര്യം ഒരു ഘടകമേ അല്ല. അവർക്ക് വേണ്ടത് പണം അല്ലെങ്കിൽ പിന്നെ മറ്റ് സാമ്പത്തിക വശങ്ങൾ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഈ എന്നോട് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇത് ഇത്രയും ചുരുങ്ങിയോ എന്ന് ചോദിച്ചാൽ അതിൽ വല്ലാത്ത ഒരു അതിശയം തോന്നുന്നുണ്ട്. കാര്യം നമ്മുടെ ലോകം വലുതാവും തോറും ഇത്തരത്തിൽ ജാതി മത ചിന്തകളുടെ സങ്കുചിതമായ രീതിയിലേക്കാണ് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് ചെന്നെത്തുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് കുട്ടികൾ തമ്മിൽ ഇടപഴകി അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് വരുമ്പോൾ അവരുടെ പിന്നിൽ ഇങ്ങനെ മതം മാറ്റം നമുക്ക് ഇതിൽ പറയുമ്പോൾ അല്ല ചേട്ടാ, അതിന്റെ കൂടെ എടുത്ത് പറയേണ്ടത് ഈ റമീസ് എന്ന് പറയുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ അമ്മയെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മതം മാറ്റി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ മതം മാറ്റിയതാണ്. അതായത് അപ്പം അല്ലെങ്കിൽ എന്തിനാണ് സ്നേഹിക്കുന്ന ഒരു കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ഇതിൽ ഈ കുട്ടിയുടെ സോനയുടെ അച്ഛൻ മരിച്ച് 38-40 എന്തോ ദിവസം ഇവരുടെ വീട്ടിലെത്തി ഇവരുടെ വീട്ടുകാർ വിവാഹം ആലോചിച്ചു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഈ സമയത്ത് അവർ മതം മാറ്റം ആവശ്യപ്പെട്ടപ്പോൾ രണ്ട് വിഭാഗത്തിൽ നിൽക്കട്ടെ, വിവാഹം ചെയ്യട്ടെ, ആ രണ്ട് ആചാരങ്ങളും പാലിക്കണം, അതെ, ആ രീതിയിൽ മുന്നോട്ട് പോവാമെന്ന് പറഞ്ഞപ്പോഴും അവർ മതം മാറ്റാനാണ് അവിടെയും ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ പൊന്നാനി, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ കൊണ്ടുപോയി അതിനുള്ള ചടങ്ങുകൾ 2 മാസത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഈ കുട്ടി വരണമെന്നാണ് അപ്പോഴും റമീസിന്റെ വീട്ടുകാർ പറയുന്നത്. ആ കുട്ടിയുടെ പിതാവ് ഈ ഉമ്മയെ വിവാഹം കഴിക്കുന്നത് മതം മാറ്റിയാണ്. അതേ പാതയിലാണ് റമീസും വരുന്നത്. ഇവരുടെ ഇതിന്റെ പിന്നിലുള്ള അജണ്ടയാണ് അവിടെ കാണേണ്ടത്. ഉമ്മയെ മതം മാറ്റിയതാണ് ഇപ്പോ വരുന്ന സോനയും മതം മാറണമെന്ന് ശാഠ്യം പിടിക്കുന്നിടത്തല്ലേ ഈ സമൂഹം വലുതായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്കും ഇവിടെയല്ലേ പ്രാധാന്യം അർഹിക്കുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ വിഷയം, ഈ പറയുന്ന ഒരു വാക്ക് പോലും കോടതി പരാമർശത്തിലൊന്നും പരാമർശിക്കാൻ സാധ്യമാകുകയില്ല. ഇതിനെതിരെ ഒരു കേസെടുത്താൽ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു പരാമർശം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കാര്യങ്ങൾ പോകുന്നത്. അല്ല, ഇവിടെ ഇപ്പൊ സോന എഴുതിയ കത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ല, അത് ലവ് ജിഹാദ് എന്നൊരു പദം ഊന്നിക്കൊണ്ട് ഒരു കേസ് എടുക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ നീതിന്യായ മതപരിവർത്തനം എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിട്ട് അത് ശരിക്കും ചർച്ച ചെയ്യേണ്ട. ഇതിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഇവിടെ മറ്റേതെല്ലാം വിഷയങ്ങൾ. ഇപ്പൊ മതപരിവർത്തനം എന്ന് പറയുമ്പോൾ ഈ അടുത്തിടയ്ക്ക് ഛത്തീസ്ഗഡിൽ ബൈബിൾ കയ്യിൽ വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് 2 പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏത് തരത്തിലുള്ള ആക്ഷേപമാണ് ഇവിടെ നടന്നത്? എന്ത് തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് നടന്നത്? അത് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇവിടെ എന്താ നടന്നത്? എന്ത് പുകിലാണ് ഇവിടെ ഉണ്ടായത്? അവരെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവരെ ഇറക്കാനായിട്ട് ഇവിടുന്ന് എത്ര രാഷ്ട്രീയ പാർട്ടികൾ പോയി. അപ്പോൾ ഇത്തരത്തിൽ മീര സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ കുരുന്നുകളായ പെൺകുട്ടികൾ, പെൺമക്കളുള്ള അച്ഛനമ്മമാർ ഇതൊക്കെ എങ്ങനെ സഹിക്കും? ശരിക്കും പറഞ്ഞാൽ അതൊരു തീരാത്ത വേദനയായിരിക്കും. കാര്യം അവരിതുവരെ ഓമനിച്ച് വളർത്തിയ ഒരു മകളെ ഇത്തരത്തിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ഇവിടെ റമീസിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് കപടമാണ്. മതപരിവർത്തനം മാത്രമാണോ? അല്ല, ഇമ്മോറൽ ട്രാഫിക്കിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അത് ലഹരി മരുന്നിന് അടിമയെന്ന് പറയുന്നു. ഈ ഒരു കാര്യം മാത്രമല്ല, നമ്മൾ ഈ അടുത്തിടയ്ക്ക് മൂവാറ്റുപുഴയിൽ മറ്റൊരു പെൺകുട്ടി ഇതേപോലെ ലഹരിക്ക് അടിമയായ ഒരു ചെറുപ്പക്കാരൻ്റെ പീഡനം സഹിക്കുക വയ്യാതെ അവൻ്റെ തല്ലുകൊണ്ട് ആ കുട്ടി മരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഇതിനെല്ലാം ഒരു നിയമം വേണ്ടതല്ലേ? ഇവിടെ സ്ത്രീ പരിരക്ഷ കോൺക്ലേവ് നടത്തുന്നു. സിനിമാ രംഗത്തെ സ്ത്രീകളെ സംരക്ഷിക്കാൻ കോടികൾ ചെലവഴിച്ച് കോൺക്ലേവ് നടത്തുന്നു. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. അതിന് പോലീസ് അന്വേഷണം സ്പെഷ്യൽ പോലീസ് അംഗത്തെ വയ്ക്കുന്നു. സർ, ഇതിനാണ് സർ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ സ്ത്രീ പരിരക്ഷ നൽകുന്ന മുഖ്യമന്ത്രിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഇത്തരത്തിലുള്ള കേസുകൾക്ക് നിങ്ങളൊരു നിയമവ്യവസ്ഥത കൊണ്ടുവരണം. നിങ്ങൾക്ക് ഈ വോട്ട് രാഷ്ട്രീയം മാത്രമേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളൂ. മുഖ്യമന്ത്രിയോട് മാത്രമല്ല നമുക്ക് ചോദിക്കാനുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ പറയുന്ന രീതിയിൽ വോട്ട് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണോ നിങ്ങൾ കന്യാസ്ത്രീകളെ രക്ഷിക്കാനായി പോയത്? കന്യാസ്ത്രീകളെ രക്ഷിച്ചത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് അതായത് ഇപ്പം മീര സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ സങ്കുചിതമായ മനസ്സിനുടമകൾ ഈ സമൂഹത്തിൽ അത്ര കണ്ട് വളർന്നു കഴിഞ്ഞു. അതെ, ഇങ്ങനെയുള്ള ചിന്താഗതിക്കുള്ള
അതിനൊരു കടിഞ്ഞാൺ നിങ്ങൾ ഇടണം. അതിന് നിങ്ങളൊരു കടിഞ്ഞാൺ. സോന പറയുന്ന വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഇമ്മോറൽ ട്രാഫിക്കിന് പോലും അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ലഹരി ഉപയോഗം, ഇതൊക്കെ വീട്ടിൽ അറിഞ്ഞിട്ടും അവര് നല്ല കുട്ടിയാണ്, തന്റെ മകൻ നല്ലതാണ് എന്ന് പറയുന്ന പ്രവണതയല്ലേ ഇവിടെ കാണിക്കുന്നത്. എന്നിട്ടും ഈ കുട്ടി, സോന എന്ന് പറയുന്ന കുട്ടി ഉൾക്കൊണ്ടു, അവനെ സ്നേഹിച്ചത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ആ കുട്ടി ഒരിക്കലും ഇവരുടെ ഇങ്ങനെയുള്ള ആശയങ്ങളോട് യോജിക്കുന്നതല്ല. എന്നിട്ടും ആ കുട്ടി അവന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇത്തരത്തിൽ അതായത് ആ കുട്ടിയുടെ ചിന്തയെ ചെറുതാക്കി അവനോടുള്ള സ്നേഹമാണ് അവിടെ അപ്പോഴും കാണുന്നത്. അപ്പം അങ്ങനെ ചിന്തിച്ച് ഈ ഒരു പ്രശ്നത്തെ ഒരു മതപരിവർത്തനം വരെ എത്തിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയായിട്ട് തന്നെ കാണുന്നത്. അതുകൊണ്ടാണ് ആ വീട്ടിൽ പൂട്ടിയിടാൻ അവരുടെ വീട്ടുകാർ സമ്മതിക്കുന്നത്, കൂട്ടുകാരൊപ്പം കൂടുന്നത്. അപ്പം ഇതിന്റെ പിന്നിൽ ഈ റമീസ് മാത്രമല്ല, ഒരു കുടുംബമുണ്ട്, ഒരുപാട് അവരുടെ ആൾക്കാരുണ്ട്, കുറെ ആളുകളുണ്ട്. അപ്പം അവരുടെ പിന്നിൽ ആരൊക്കെയാണെന്നാണ് തെളിയിക്കേണ്ടത്. ഇത് ഇനി ഇന്ത്യയിൽ നടപ്പാകാത്ത രീതിയിലേക്ക് നിയമങ്ങൾ മാറണം. തീർച്ചയായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇതിനെ സംബന്ധിച്ച ഒരു മാറ്റം വേണം. കാര്യം സ്ത്രീ സുരക്ഷ എന്ന് ഇവിടുത്തെ സർക്കാരും മറ്റു രാഷ്ട്രീയ പാർട്ടികളും പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഒരു ബൈബിൾ കൈ വെച്ചതിന്റെ പേരിൽ മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനെ തിരിച്ചിറക്കിയതും അല്ല, നമുക്ക് വളരെ ഇതിനെ നിയമവ്യവസ്ഥയിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തേണ്ടത് ആവശ്യമാണ്. ആ പെൺകുട്ടിയുടെ സ്നേഹത്തിനെ ചൂഷണം ചെയ്യുകയാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ ഒരു കൂട്ടുകാരി പെൺകുട്ടി സംസാരിക്കുന്നത് ഒരു ചാനലിൽ ഞാൻ കണ്ടു. ആ കുട്ടി കരയുകയാണ്. അവൾ പറയുക, അവൻ എന്നെ തല്ലിയത് കാണിച്ചു കൊടുത്തു. ഈ പെൺകുട്ടി, മരണപ്പെട്ട പെൺകുട്ടി കാണിച്ചു കൊടുത്തു, എന്നെ അവൻ തല്ലി, എന്തായാലും എനിക്ക് അവനെ ഇഷ്ടമാണ് എന്ന് ആ കുട്ടി പറയും. അപ്പോൾ ആ കുട്ടിയുടെ സ്നേഹത്തെ ചൂഷണം ചെയ്തു. അപ്പോൾ ഇത് അധികാരികളുടെ കണ്ണു തുറക്കണം. ഇവിടെ എത്ര MLA മാരാണുള്ളത്? 140 MLA ഈ സംസ്ഥാനത്തുള്ളത്. സർ, ഇത് 22ാം നൂറ്റാണ്ടെന്ന് പറയുന്നു. റോബോട്ടുകൾ കാര്യങ്ങൾ ചെയ്യുന്നെന്ന് പറയുന്നു. നമ്മുടെ ലോകം മാറി എന്ന് പറയുന്നു. അപ്പോഴും ജാതി മത സങ്കുചിത വ്യവസ്ഥകൾക്കൊരു മാറ്റമില്ലാത്തതിൽ നമുക്ക് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും. അത്രയും നമുക്കിതിൽ പറയാനുള്ളൂ. ഇതിനൊരു നിയമവ്യവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടതാണ്. ലവ് ജിഹാദ് എന്നൊരു പദപ്രയോഗം ഇല്ലെങ്കിൽ ആ പദപ്രയോഗമല്ലാതെ മതപരിവർത്തനം എന്നൊരു പദപ്രയോഗം നിങ്ങൾക്ക് ചേർക്കാമല്ലോ, അത് നിങ്ങൾക്ക് കാണാമല്ലോ. തീർച്ചയായിട്ടും അത് കാണണമെന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ.